ജലീബ് അൽ ഷുയൂഖ് പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ മനസ്സിലാക്കി എഞ്ചിനീയർ നാസർ അൽ ബർഹാഷ് വിഭാവനം ചെയ്ത ഗോൾഡൻ ട്രയാങ്കിൾ പദ്ധതി കുവൈത്തിന്റെ വികസനത്തിൽ മുതൽക്കൂട്ടാകുമെന്നാണ് അധികൃതർ കണക്കുകൂട്ടുന്നത്. പദ്ധതിക്ക് 2 വർഷം മുമ്പ് മന്ത്രിസഭ അംഗീകാരം നൽകുകയും സ്ഥലമേറ്റെടുക്കൽ ചുമതല വികസന അതോറിറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും തുടർ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നില്ല. രാജ്യത്ത് ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കുന്ന അബ്ബാസിയ ഉൾപ്പെടുന്ന ജലീബ് ഷുയൂഖിൽ 2.5 ലക്ഷത്തോളം താമസക്കാരുണ്ടെന്നാണ് കണക്ക്. ഇതിൽ ബഹുഭൂരിപക്ഷവും വിദേശികളാണ്. നിർദ്ദിഷ്ട ഗോൾഡൻ ട്രയാങ്കിൾ പദ്ധതിയുടെ ഭാഗമായി ജലീബിൽ നിന്നും 2 വർഷത്തിനുള്ളിൽ മുഴുവൻ താമസക്കാരെയും ഒഴിപ്പിക്കുവാൻ അധികൃതർ നീക്കം തുടങ്ങിയതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. ഗോൾഡൻ ട്രയാങ്കിൾ പദ്ധതിയുടെ സ്ഥലമെടുപ്പ് നടപടികൾ ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റ് അംഗം യഹ്കൂബ് അൽ സാനിയും രംഗത്തെത്തിയിട്ടുണ്ട്. കൂടാതെ സ്വദേശികളുടെ പാർപ്പിട പ്രതിസന്ധി നേരിടുന്നതിനുള്ള ചർച്ചകൾക്ക് അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ മുൻഗണന നൽകണമെന്ന് ഇന്ന് പാർലമെന്റ് അംഗങ്ങളുടെ അനൌദ്യോഗിക യോഗത്തിൽ ധാരണയാകുകയും ചെയ്തിട്ടുണ്ട്. ഇതും ഫലത്തിൽ വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ജലീബിൽ നിന്ന് വിദേശികളെ കുടിയൊഴിപ്പിക്കുന്ന അവസ്ഥയുണ്ടായാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക മലയാളികളെ തന്നെയായിരിക്കും. കുവൈത്തിലെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ വാടകയും 5ഓളം ഇന്ത്യൻ സ്കൂളുകളുടെ സാന്നിധ്യവും ഈ പ്രദേശത്തെ മലയാളി സാന്ദ്രത വർദ്ധിപ്പിക്കുന്ന കാരണങ്ങളാണ്. മാത്രമല്ല പല മലയാളി കൂട്ടായ്മകളുടെയും ആസ്ഥാനവും പ്രധാന പ്രവർത്തന മണ്ഡലവും അബ്ബാസിയ എന്നറിയപ്പെടുന്ന ഈ പ്രദേശമാണ്. മുനീർ അഹമ്മദ്, മീഡിയ 1 കുവൈറ്റ് സിറ്റി.